ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തിയറി പറഞ്ഞല്ലേ. ഇന്ന് നമുക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം, ഓക്കെ, ഫംഗ്ഷൻ എങ്ങനെ പ്രോഗ്രാമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. അപ്പം ഫസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ പോലെ പറയാം. അതായത് നമ്മളിപ്പോൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, അല്ലാതെ പ്രിൻറ്റ് ചെയ്യാൻ, അല്ലാതെ പ്രോഗ്രാം എഴുതാൻ നമുക്കറിയാമല്ലേ. രണ്ട് നമ്പർ എടുക്കുക, അതിൻ്റെ സമ്മ് കാണുക, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ കാണുക, ഔട്ട്പുട്ട് എടുക്കാൻ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇന്നത് ഫംഗ്ഷൻ യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫംഗ്ഷന് രണ്ട് പാർട്സ് ആണുള്ളത്, ഫംഗ്ഷൻ ഡെഫിനിഷൻ അതുപോലെ ഫംഗ്ഷൻ കോളിംഗ് അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കാം ആദ്യം. എങ്ങനെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതണ്ടേ? ഫംഗ്ഷൻ ഡെഫിനിഷൻ തന്നെ 3 പാർട്ടുണ്ടല്ലേ, ഹെഡർ, ബോഡി, ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഞാനിവിടെ എന്താണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു. എനിക്ക് എന്താണ് രണ്ട് നമ്പർ എടുക്കണം, രണ്ട് നമ്പർ ഇൻപുട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? അത് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കണം. സോ എന്ത് കൊടുക്കാം നമുക്ക്? ഫംഗ്ഷൻ്റെ പേര് എന്താണ്? മൾട്ടിപ്ലൈ. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈ 2 എന്ന് കൊടുക്കാം. എപ്പോഴും ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമലി നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ, അതായത് ഇപ്പം എത്ര വേർഡ്സ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ മൾട്ടിപ്ലൈ 2 എന്നുള്ള 2 വേർഡ് എടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് വേർഡ് എല്ലാം സ്മോൾ ലെറ്റേഴ്സിലും, ദെൻ അടുത്ത വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിലും. ഇനിയിപ്പോൾ അടുത്തൊരു വേർഡും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. നോർമലി നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. സോ ഞാനിവിടെ ഡെഫ് മൾട്ടിപ്ലൈ 2 എന്ന് ഫംഗ്ഷന് പേര് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് രണ്ട് വേരിയബിൾ വേണം അല്ലേ. നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സമയത്ത് പാസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് എന്ത്? ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. സോ num1 ദെൻ കോമ num2. ഇനി എന്താണ്? num1 കോമ num2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുവാണ്? num1 num2. അതിനുശേഷം ഇനി നമുക്ക് ബോഡി ഓഫ് ദി എന്താണ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ബോഡി എഴുതണം. ഞാനിവിടെ കൊടുക്കുവാണ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് എന്താണ്? num1 മൾട്ടിപ്ലൈ num2. ഓക്കെ, ഇതാണ് എന്താ? ബോഡി ഓഫ് ദി ഫംഗ്ഷൻ. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് തരണം? ഇനി റിട്ടേൺ തരണം അല്ലേ. എന്താ റിട്ടേൺ തരണം? എനിക്ക് ഔട്ട്പുട്ട് തിരിച്ചു വേണം അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്? 1 സെക്കൻഡ്. ഓക്കെ, റിട്ടേൺ ചെയ്യണം. അപ്പം റിട്ടേൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ടോട്ടൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടേൺ ചെയ്യും. ഓക്കെ, 1 സെക്കൻഡ്. അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഫംഗ്ഷൻ കോളിംഗ് കൂടെ എഴുതാം, എന്നിട്ടത് പറയാം. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണല്ലേ. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി നമുക്ക് ഫംഗ്ഷൻ കോളിംഗ് ചെയ്യാം. ഓക്കെ, ഫംഗ്ഷൻ കോളിംഗ് എങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യണമെന്നാണ് പറഞ്ഞേ? ലൈക്ക് നമ്മുടെ ഫംഗ്ഷൻ്റെ പേരെന്താ? മൾട്ടിപ്ലൈ 2. സോ മൾട്ടിപ്ലൈ, ആ ഫംഗ്ഷൻ്റെ പേര് എഴുതുക. ഓക്കെ, മൾട്ടിപ്ലൈ 2. ദെൻ എന്ത് ചെയ്യുക? പാരന്തസിസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ആക്ച്വൽ വാല്യൂസ് ഏത് നമ്പേഴ്സിൻ്റെ ആണോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞു num1 num2 പറഞ്ഞു. അത് ഏതൊക്കെ നമ്പേഴ്സാണ് നമുക്ക് വേണ്ട നമ്പേഴ്സ്? ഫോർ എക്സാമ്പിൾ 5 2. ഇതാണ് എന്ത്? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞല്ലേ. ഇനി റിട്ടേൺ ടോട്ടൽ. ഇത്രയാണോ ഉള്ളത്. അപ്പം ഞാനിപ്പോൾ പറയുമോ ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ, നമ്മൾ ഡെഫിനിഷനിൽ തന്നെ ഹെഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ ഒരു എഴുതിയല്ലേ ഫംഗ്ഷൻ എന്തുവാ? ടോട്ടൽ =num1 * num2 മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ?
ഇനി നമുക്ക് എന്ത് വേണം? റിട്ടേൺ ടോട്ടൽ. അതായത് ടോട്ടൽ ഈസ് ഈക്വൽ ടു നം1 സ്റ്റാർ നം2. നമ്പർ 1നെ നമ്പർ 2നെ മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടലിൽ സ്റ്റോർ ചെയ്തല്ലേ, ആ ടോട്ടലാണ് അതാണ് നമ്മുടെ ഫംഗ്ഷൻ. ടോട്ടൽ കണ്ടുപിടിക്കണം. ആ ഒരു കിട്ടിയിരിക്കുന്ന വാല്യൂ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ എവിടത്തോട്ട് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. എങ്ങോട്ടേക്കാണ് റിട്ടേൺ ചെയ്യേണ്ടത്? ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഫംഗ്ഷൻ എവിടെ നിന്നാണോ കോൾ ചെയ്യുന്നത് അവിടത്തോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എവിടത്തോട്ടാ റിട്ടേൺ ചെയ്യുക? ഓക്കെ, എവിടത്തോട്ടാ റിട്ടേൺ ചെയ്യുന്നത്? ഫംഗ്ഷൻ എവിടെ വെച്ചാണോ കോൾ ചെയ്യുന്നത് അവിടെ വെച്ചാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എവിടാ കോൾ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ടു 5 2 അല്ലെ, അവിടെ അല്ലേ വെച്ചല്ലേ കോൾ ചെയ്യുന്നത്. സോ അവിടത്തോട്ട് എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ റിട്ടേൺ ചെയ്തു. ഇനി എനിക്കിത് പ്രിന്റ് ആയി കിട്ടണം അല്ലെ. അപ്പൊ ഞാൻ ഈ കോൾ ചെയ്യുന്നതിന്റെ അവിടെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് പ്രിന്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി. അതായത് ഇപ്പൊ എന്താ സംഭവിക്കുക, എങ്ങനെ ഇത് വർക്ക് ആവുന്നത്? അതായത് ഞാനിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് ഫംഗ്ഷന്റെ നെയിം കൊടുത്ത് വേരിയബിൾസ്, നമ്മൾ ഇൻപുട്ട് എടുക്കുന്ന വാല്യൂസ് എവിടെ സ്റ്റോർ ആവണം അതിന് വേണ്ടി 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ബേസിക്കലി വേണ്ടത് എന്താ? 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. സോ ആ 2 നമ്പർ ഏതൊക്കെയാണോ അത് അതിന് വേണ്ടി വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു, നം1 നം2. ഇനി ടോട്ടൽ ഈസ് ഈക്വൽ ടു, ഇനി എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ ഈസ് ഈക്വൽ ടു നം1 ഇൻറ്റു നം2 എന്ന് പറയും. ഇനി ആ ടോട്ടൽ നമുക്ക് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്ത് എവിടോട്ട് വരണം? നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്തോട്ട് വരണം. എങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്? ആ ഫംഗ്ഷന്റെ പേര്, ദെൻ ബ്രാക്കറ്റ്, അതിനകത്ത് എന്ത് ചെയ്യണം? നമുക്ക് ഏത് നമ്പേഴ്സിന്റെ ആണോ മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കേണ്ടത് ആ 2 നമ്പേഴ്സ് കൊടുത്തേക്കണം. അതിനാണ് എന്ത് പറയുന്നത്? ആക്ച്വൽ വാല്യൂസ് അല്ലേ അത്. സോ ദാറ്റ് ഇസ് കോൾഡ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ആൻഡ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മളിവിടെ ഇപ്പൊ 5 2 കൊടുത്തിട്ടുണ്ട് അല്ലെ, 5ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ ആക്ച്വൽ വാല്യൂസ് എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യും? നമ്പർ 1ലും നമ്പർ 2, അതായത് ഫോർമൽ ആർഗ്യുമെന്റ്സിലോട്ട് പോയിന്റ് ചെയ്യും. സോ നം1 ഇസ് ഇക്വൽ ടു 5 ആവും, നം2 ഇസ് ഇക്വൽ ടു 2 ആവും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അത് ടോട്ടലിലോട്ട് പോകുന്നു. നമുക്കറിയാമല്ലേ, ഫംഗ്ഷൻ എപ്പോൾ കോൾ ചെയ്യുന്നോ അപ്പൊ തൊട്ട് ഫംഗ്ഷന്റെ കൺട്രോൾ എവിടെ ആയിരിക്കും? ഫംഗ്ഷൻ ഡെഫിനിഷനിലായിരിക്കും. സോ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു വിത്ത് വാട്ട് വാല്യൂസ്? 5 and 2. 5 and 2 എങ്ങോട്ട് പോകുന്നു? ഡെഫിനിഷനിലോട്ട് പോകുന്നു. നം1ലോട്ടും നം2ലോട്ടും സ്റ്റോർ ആവുന്നു. ദെൻ ടോട്ടൽ ഇസ് ഇക്വൽ ടു നം1 ഇൻറ്റു നം2, ദാറ്റ് ഇസ് 5 ഇൻറ്റു 2 10. അപ്പൊ അത് റിട്ടേൺ ചെയ്യണം. ഓക്കെ, റിട്ടേൺ ടോട്ടൽ. ഓക്കെ, അപ്പം 10 റിട്ടേൺ ചെയ്യുന്നു. ആ 10 എവിടോട്ടാ പോകേണ്ടത്? നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്ത്. എവിടാ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ടു 5 2 എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇവിടത്തോട്ട് എന്താവുന്നു? ഈ വാല്യൂ വരുന്നു. അവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. സോ പ്രിന്റ് 10 ആവുന്നു, വാല്യൂസ് പ്രിന്റ് ആവും. ഓക്കെ, നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ സെയിം കാര്യം എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്ഥലം. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്കതൊരു വാല്യൂലോട്ട് അസൈൻ ചെയ്യാം, ലൈക്ക് ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാം. ഞാനിവിടെ ഇപ്പൊ ടി എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുവാണേ. ഓക്കെ, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ടി ഈസ് ഇക്വൽ ടു എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പ്രിന്റ് ടി ആണ് കൊടുക്കുന്നത്. ഇവിടെ എന്തിനാ അങ്ങനെ കൊടുത്തേ? അതായത് നമ്മൾ പറഞ്ഞല്ലേ റിട്ടേൺ ടോട്ടൽ എങ്ങോട്ടേക്കാ റിട്ടേൺ ചെയ്യുന്നത്? ടോട്ടൽ റിട്ടേൺ ചെയ്യുന്നത് ഫംഗ്ഷൻ എവിടാണോ കോൾ ചെയ്യുന്നത് അവിടെ വെച്ചാ അല്ലേ. അപ്പൊ ഇവിടെ എവിടാ കോൾ ചെയ്യുന്നത്? ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എവിടാ? ഈ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ടി ഈസ് ഇക്വൽ ടു ദാറ്റ് ഫംഗ്ഷൻ നെയിം പാരന്തസിസ് ആക്ച്വൽ വാല്യൂസ് പാസ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെയാണ് എന്ത് നടത്തുന്നത്? ഫംഗ്ഷൻ കോളിംഗ് നടത്തുന്നത് അല്ലേ. ഈ ഒരു ലൈനിലാണ് ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ കോൾ. അപ്പം ഞാൻ എവിടെ എന്ത് ചെയ്യുന്നു? ഈ 5 2 എന്നുള്ളത് നം1 നം2ലോട്ട് പോകുന്നു. ടോട്ടൽ ഈസ് ഇക്വൽ ടു 10 എന്ന് കിട്ടുന്നു. ആ ടോട്ടൽ റിട്ടേൺ ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ ആ റിട്ടേൺ ചെയ്യുന്നത് എവിടോട്ടാന്നാ പറഞ്ഞ? ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന അവിടത്തോട്ട്. അപ്പൊ അതെന്താ? ഓട്ടോമാറ്റിക്കലി ഇവിടത്തോട്ട് 10 വരുമ്പം അത് എന്തിലോട്ട് പോകും? അത് ഈ ടി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ടി എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ടോട്ടൽ എങ്ങോട്ട് തിരിച്ചു വരുന്നു? എവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു അവിടത്തോട്ട്. സോ അതിനുവേണ്ടി ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ടിയിലോട്ടാണ് ആ ടോട്ടൽ സ്റ്റോർ ആയിട്ടുള്ളത്. സോ ടി ഈസ് ഇക്വൽ ടു 10.
അതിന് ശേഷം എന്ത് ചെയ്യുന്നു, പ്രിന്റ് ടി. ഇതും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാവേ. കിട്ടിയല്ലേ, സെയിം വാല്യൂ. ഇനി ഞാൻ കൊടുക്കുവാണ് എന്ത്, എനിക്കിപ്പോൾ ഞാനിപ്പോൾ ടീയിൽ കൊടുത്തു അല്ലേ, ടീയിൽ കൊടുത്തു. ദെൻ ഇനിയിപ്പോൾ ഞാൻ വേറെ അതായത് 5 ഉം 2 ഉം കണ്ടുപിടിച്ചു. ഇനി എനിക്കിപ്പം 10 ആൻഡ് 5 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് 10 ഉം 5 ഉം മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഞാൻ വേറൊരു വേരിയബിളിലോട്ട് കൊടുക്കുക. മൾട്ടിപ്ലൈ 2 എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ദെൻ കോൾ ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് വേണ്ട വാല്യൂ ആയിട്ടുള്ള 10 ഉം 5 ഉം ഞാൻ പാസ് ചെയ്യുന്നു. 10 ഉം 5 ഉം ഞാൻ പാസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് രണ്ടും പ്രിന്റ് ചെയ്യുന്നു. അപ്പം ഇപ്പം എന്ത് കിട്ടി എനിക്ക്, 10 ഉം, അതായത് ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്, ഇനിയിപ്പോൾ എനിക്ക് വേറെ ഒരു നമ്പറിൻ്റെ കണ്ടുപിടിക്കണം. എന്താണ്, എനിക്ക് 50 × 2 എത്രയാണെന്ന് കണ്ടുപിടിക്കണമേ. C ഈക്വൽസ് മൾട്ടിപ്ലൈ 2 50 × 2 കണ്ടുപിടിക്കണം. ഇത് 52. എന്നിട്ട് അതും കൂടെ ഞാൻ പ്രിന്റ് ചെയ്യുവാണ്. ഇപ്പം എനിക്ക് അതിൻ്റെയും കിട്ടി 50 × 2 100. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഞാനിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്, ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു അല്ലേ, അതായത് അതിനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഫംഗ്ഷന് ഡെഫിനിഷൻ കൊടുത്തു. എന്നിട്ട് അവിടെ എന്താണോ എനിക്ക് ചെയ്യേണ്ട ആ ഒരു വർക്ക്, അതായത് എനിക്ക് എന്തൊരു ഫംഗ്ഷനാണോ എനിക്ക് ചെയ്യേണ്ടത്, ആ ഒരു ലോജിക്കാണ് ഞാൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താ ആ ലോജിക്ക്, ടോട്ടൽ ഈസ് ഈക്വൽ ടു num1 സ്റ്റാർ num2, num1 ഇൻറ്റു num2. അതാണ് എൻ്റെ ഫംഗ്ഷൻ. എനിക്ക് ആ ഒരു ഫംഗ്ഷനാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഞാൻ ആ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ബോഡിയിൽ ഞാൻ എന്ത് ചെയ്തു, ആ ലോജിക്ക് ആഡ് ചെയ്യും. അതിന് ശേഷം ഞാൻ ആ വാല്യൂ റിട്ടേൺ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു. അതിനുശേഷം ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഡെഫിനിഷൻ ഒരു തവണയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, പക്ഷെ കോൾ എത്ര വട്ടം ചെയ്തു, എനിക്ക് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണോ അപ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത്, ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണല്ലേ ചെയ്യുന്നത്. ഓരോ വാല്യൂസും പാസ് ചെയ്ത്, അതായത് ഫംഗ്ഷൻ കോൾ ചെയ്ത് അതിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാണ്. ഓരോ തവണ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തിട്ട് ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അപ്പം ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫംഗ്ഷന്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത് എന്താണ്, റീയൂസ് ആണ് അല്ലേ. അതായത് നമുക്കൊരു ടാസ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാതെ ഓർക്കും, നമ്മൾ ഫംഗ്ഷൻ പഠിക്കുന്നതിന് മുന്നേ വരെയുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ലൈക്ക് num1 is equal to എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക, num1 is equal to 5, num2 is equal to 2, ടോട്ടൽ is equal to num1 star num2, പ്രിന്റ് ദാറ്റ് ടോട്ടൽ. ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ എനിക്ക് വേറൊരു നമ്പറിൻ്റെ കൂടെ കണ്ടുപിടിക്കണം. എഗെയിൻ ഞാൻ കൊടുക്കുന്നു num1 is equal to num2, സെയിം വേരിയബിൾ പറ്റത്തില്ല അല്ലേ. പിന്നെ num3 എന്ന് പറഞ്ഞ് വേറൊരു വേരിയബിൾ കൊടുക്കുന്നു, ലൈക്ക് ദിസ്. num1 is equal to 4, num2 is equal to എന്താണ് 8, then total is equal to num1 star num2, then print total. ഇങ്ങനെ ഒരെണ്ണം ചെയ്യാം അല്ലേ. ഇതിൻ്റെ കൂടെ എനിക്ക് അടുത്ത നമ്പറിനെയും കൂടെ വേണം സെയിം പ്രോഗ്രാമിലെ. അപ്പം ഞാൻ അടുത്ത num1 കൊടുക്കാൻ പറ്റുമോ, ഇല്ല. num1 num2 നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഒരു സെയിം വേരിയബിൾ നെയിമുള്ള രണ്ട് വേരിയബിൾ പറ്റത്തില്ലല്ലോ. ഇനി num3 കൊടുക്കുന്നു. ഓക്കെ, num3 ഈസ് ഈക്വൽ ടു അടുത്ത നമ്പർ എനിക്കിപ്പോൾ 8. ഓക്കെ, num5 ഈസ് ഈക്വൽ ടു num4 ഈസ് ഈക്വൽ ടു 0. ദെൻ ഞാൻ പ്രിന്റ് ടോട്ടൽ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടോട്ടൽ ഇനി കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ ടോട്ടൽ എ ഈസ് ഈക്വൽ ടു num3 star num4, then print total
എ. സോ നിങ്ങൾ കണ്ടോ, അതായത് ഇനി അടുത്ത എനിക്ക് വേറെ നമ്പറിൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ വട്ടവും ഞാൻ എന്ത് ചെയ്യണം, ഓരോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് ആ വാല്യൂ അസൈൻ ചെയ്ത് എഗെയിൻ ടോട്ടൽ ഇസ് ഇക്വൽ ടു നം വൺ ടോട്ടൽ എന്നല്ല, ഓരോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ടോട്ടൽ 1 ഇസ് ഇക്വൽ ടു നം 1 സ്റ്റാർ നം 2, ടോട്ടൽ 2 ഇസ് ഇക്വൽ ടു നം 3 സ്റ്റാർ നം 4, ടോട്ടൽ 3 ഇസ് ഇക്വൽ ടു നം 4 സ്റ്റാർ നം 5. അങ്ങനെ ഓരോ വട്ടവും ഞാൻ ഈ കോഡ് എഴുതിക്കൊണ്ടിരിക്കണം. അതെന്താണ്, അത് അതൊരു പൊട്ടത്തരമാണല്ലേ. നമ്മൾ കോഡിങ് അറിയുമെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇതേപോലെ നമുക്ക് ഓരോ തവണ ആ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ വട്ടം കോഡ് എഴുതി ഇതാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ എപ്പോഴും ചെയ്യാനുള്ള ടാസ്ക് നമ്മളൊരു ഫംഗ്ഷനായി കൊടുക്കുന്നു, പിന്നെ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട വാല്യൂസ് പാസ് ചെയ്താൽ മാത്രം മതി. ഇനി എത്ര നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിലും എനിക്ക് ഇതുപോലെ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം. നമ്മൾ ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി, കാരണം ആ ഫംഗ്ഷൻ ഓൾറെഡി അവിടെ ഡിഫൈൻഡ് ആണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എക്സാമ്പിൾ പോലെ മിക്സി നമ്മൾ ഇനിയും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇനി മിക്സി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മിക്സി ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ തവണ ജ്യൂസ് അടിക്കണമെങ്കിൽ ഇൻപുട്സ് മാറി, അതായത് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ആപ്പിൾ കൊടുക്കുന്നു, ബട്ടൺ അമർത്തുന്നതിന് തുല്യമാണ് ഇവിടെ കോൾ ചെയ്യുന്നത്. സോ കോൾ ചെയ്യുന്നു, ബട്ടൺ അമർത്തുന്നു, നമുക്ക് ജ്യൂസ് കിട്ടുന്നു. അടുത്ത തവണ ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ അടുത്ത ഓറഞ്ച് ഇൻപുട്ട് പാസ് ചെയ്യുന്നു അല്ലേ. നമ്മൾ ബട്ടൺ അമർത്തുന്നു, എഗെയിൻ കോൾ ചെയ്യുന്നു, അതുപോലെ നമുക്ക് ഓറഞ്ച് ജ്യൂസ് കിട്ടുന്നു. അങ്ങനെ ഓരോ തവണ നമ്മൾ മിക്സി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓരോ തവണ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തവണ ആ ഫംഗ്ഷൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കോൾ ചെയ്താൽ മതി. ഇനി ഇൻപുട്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത്, റീയൂസബിലിറ്റി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, അതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുന്നൊരു കോഡും കൂടെ ചെയ്യാവേ. എങ്ങനെയായിരിക്കും സിമ്പിളായിട്ട് പറഞ്ഞ്, definition, def keyword, then add 2 എന്ന് പേര് 3, നമുക്ക് 3 നമ്പേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് 3 എന്ന് ഞാൻ ഫംഗ്ഷന് പേര് കൊടുക്കുന്നു. സോ ജസ്റ്റ് എപ്പോഴും ഓർക്ക് സെക്കൻഡ് വേർഡ് ഉണ്ടാവുമല്ലോ ആ ഫംഗ്ഷൻ, അത് ക്യാപിറ്റൽ, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിൽ കൊടുക്കുക. ദെൻ എന്താണ്, ഞാൻ ABC എന്ന് കൊടുക്കുവാണ്. ABC എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വേരിയബിൾസ് കൊടുക്കുന്നത്. കോളൻ മറക്കരുത്. ടോട്ടൽ ഈക്വൽ ടു A പ്ലസ് B പ്ലസ് C. ദെൻ എന്ത് ചെയ്യണം, ആ ടോട്ടൽ റിട്ടേൺ ചെയ്യണം അല്ലേ. എങ്ങോട്ടേക്കാ റിട്ടേൺ ചെയ്യണ്ടേ, നമ്മൾ ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്യുന്നു അവിടെ വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യണം. അപ്പം ഇൻറ്റർനേഷൻ മറക്കരുത്. ഓക്കെ, ഒരു ടാബ് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പ് എഴുതത്തില്ലേ അതുപോലെ. ഇനി എന്താ, ഞാനിപ്പം y ഈക്വൽ ടു എന്താണ്, ആഡ് ടു ഫംഗ്ഷൻ്റെ നെയിം, ആഡ് 3 ഫംഗ്ഷൻ്റെ നെയിം. ഞാൻ വാല്യൂസ് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ടോ, A, any, B, any, C, any. നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുമ്പോൾ അത് എങ്ങോട്ടേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക, കോൾ ചെയ്ത ഉടനെ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ടായിരിക്കും പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോവുക. സോ നമ്മളിവിടെ എന്ത് വാല്യൂ പാസ് ചെയ്താലും അത് നേരെ പോയി ഈ ABCയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എവിടോട്ട് പോയി സ്റ്റോർ ആവും, ഫോർമൽ ആർഗ്യുമെൻറ്റ്സിലോട്ട്. ഇവിടെ 5, 7, 8 എന്ന് കോൾ ചെയ്യുന്നു. ശേഷം ഞാൻ ആ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. കിട്ടിയല്ലേ. ഇത് നേരത്തെ 10, 50, 100 നേരത്തെ മൾട്ടിപ്ലിക്കേഷനിലെയാണ്, 20 ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. 5 + 7 + 8 is 20. ദെൻ ഇനിയിപ്പോൾ എനിക്ക് അടുത്ത നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഞാൻ വേറൊരു വാല്യൂ പാസ് ചെയ്യുന്നു. Z equals (9, 0 + 8). print y z. നോർമലി ആണെങ്കിൽ ഓരോ വട്ടവും നമ്മൾ ഈ 3 വാല്യൂസും വേരിയബിളിൽ കൊടുത്ത് അതിൻ്റെ നം 1 + നം 2 + നം 3 കൊടുത്ത് അതിനുശേഷം പ്രിന്റ് ചെയ്യണം. ഇങ്ങനെ ഓരോ വട്ടം എന്ത് ഡിഫിക്കൾട്ടാണ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കിട്ടിയല്ലേ, 17. 9 + 0 + 8 is 17.
അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാനിവിടെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാതെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. എറർ ആണല്ലേ വരുന്നത്. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാതെ കോൾ ചെയ്യുമ്പോൾ എറർ ആണ് വരുന്നത്. പിന്നെ അതുപോലെ എന്താണ്, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞതിന് ഫംഗ്ഷൻ ഡെഫിനിഷന് ശേഷമാണ് ഫംഗ്ഷൻ കോളിംഗ് കൊടുക്കേണ്ടത്. ഫംഗ്ഷൻ ഡെഫിനിഷന് മുന്നേ ഫംഗ്ഷൻ കോളിംഗ് കൊടുത്തു കഴിഞ്ഞാലും എറർ ആയിരിക്കും സംഭവിക്കുക. എപ്പോഴും ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞ് മാത്രമേ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാം, ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എങ്ങനെ പാസ് ചെയ്യാം, അത് എവിടത്തോട്ട് പോയിന്റ് ചെയ്യുന്നു, ഫോർമൽ ആർഗ്യുമെന്റ്സിലോട്ട് പോയിന്റ് ചെയ്യുന്നു, റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ എപ്പോഴും ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യുന്നത് അവിടത്തോട്ടായിരിക്കും വരിക. അത് നമ്മൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേരിയബിളായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എന്താണ്, ബാക്കി ഫംഗ്ഷനെ പറ്റിയുള്ള ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.